കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എല്ലാവരും ഉറ്റുനോക്കുന്നത് ശബരിമലയിലേക്കാണ്. കാരണം നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേർന്ന സ്ഥലമായ ശബരിമലയിൽ ഭക്തർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ കുറവായിരുന്നു എന്നല്ല, സൗകര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യ ദിവസം 10 മണിക്കൂറോളം പൊരിവെയിലത്ത് നിന്നിട്ട് പോലും അയ്യപ്പനെ ദർശിക്കാൻ ഭക്തർക്ക് സാധിച്ചില്ല. അത്രയ്ക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടത്. വെർച്വൽ ബുക്കിംഗ് വഴി മാസങ്ങൾക്ക് മുന്നേ ഒട്ടനവധി ആളുകൾ നേരത്തെ ബുക്ക് ചെയ്തതാണ്. അതുപോലും നോക്കാതെ ഭക്തർക്ക് ആവശ്യമായ വെള്ളമോ ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യമോ ഒന്നും തന്നെ ഒരുക്കിയിരുന്നില്ല എന്ന പരാതികൾ ഉയർന്നിരുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു വീഴ്ച തന്നെയായി ഇതിനെ കണക്കാക്കാം. സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും അനാസ്ഥയാണെന്ന് യാതൊരു സംശയവുമില്ലാതെ തന്നെ പറയാം. ഈ അനാസ്ഥ മൂലം ഒരു സ്ത്രീ സന്നിധാനത്തെ തിക്കിലും തിരക്കിലും പെട്ട് മരിക്കുക വരെ ഉണ്ടായി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ സ്ത്രീയുടെ മരണത്തിന് ഉത്തരവാദി നമ്മുടെ സർക്കാരും ദേവസ്വം ബോർഡും തന്നെയാണ്. നേരത്തെ തന്നെ വെർച്വൽ ബുക്കിംഗ് വഴി ഒരുപാട് പേർ സന്നിധാനത്തെത്തുമെന്ന് അറിയാം. പിന്നെ എന്തിനായിരുന്നു സ്പോട്ട് ബുക്കിംഗിലൂടെ വീണ്ടും ആളുകളെ കയറ്റിയത്? അതുകൊണ്ടാണ് തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് പരമാവധി ശ്രമിച്ചുവെങ്കിലും അവരെ കൊണ്ട് അത് സാധിച്ചില്ല. എല്ലാം വളരെ കറക്റ്റായിട്ട് നേരത്തെ തന്നെ ചെയ്തിരുന്നെങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. കൂടാതെ ഭക്തരുടെ അയ്യപ്പ ദർശനം വളരെ എളുപ്പത്തിൽ നടക്കുകയും ചെയ്താനേ. ഈ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടു. സ്പോട്ട് ബുക്കിംഗ് മൂലമാണ് ഇത്രയും വലിയ തിരക്ക് അനുഭവപ്പെട്ടതെന്നും അതിനാൽ സ്പോട്ട് ബുക്കിംഗ് വഴി 20,000 പേർ എന്നുള്ളത് 5,000 പേർ വരെയാക്കി കുറയ്ക്കുകയും ചെയ്തു. തിങ്കളാഴ്ച വരെയാണ് ഈ നിയന്ത്രണം നീട്ടിയിരിക്കുന്നത്. ശബരിമലയിൽ ഒരു ദിവസത്തെ ഭക്തരുടെ എണ്ണം 75,000 ക്രമീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കുറഞ്ഞത് ഒരു 6 മാസം മുൻപെങ്കിലും മണ്ഡലകാലത്തിനുള്ള മുന്നൊരുക്കങ്ങൾ സർക്കാരും ദേവസ്വം ബോർഡും ചെയ്യേണ്ടതായിരുന്നുവെന്നും എന്തുകൊണ്ട് ഏകോപനം ഉണ്ടായില്ല എന്നും കോടതി ചോദിച്ചു. വളരെ ശരിയായ ചോദ്യമാണ് കോടതി ചോദിച്ചത്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. രാജ്യത്തെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് പേർ വരുമെന്നറിയാം. എന്നിട്ട് എന്തുകൊണ്ടാണ് അധികൃതർ ഭക്തരുടെ കാര്യത്തിൽ ഇത്ര ശ്രദ്ധ ചെലുത്താതിരുന്നത്? ഏതായാലും ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സന്നിധാനത്തെ തിരക്കിൽ നേരിയ കുറവ് വന്നിരുന്നു. ഇപ്പോഴത്തെ വീണ്ടും ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടിരിക്കുകയാണ്. സർക്കാർ എന്തുകൊണ്ടാണ് ജനങ്ങളുടെ കാര്യത്തിൽ ഇത്രയും അലംഭാവം കാണിക്കുന്നത്? നിയമങ്ങൾ വളരെ നിർബന്ധമായും നടത്തേണ്ടത് തന്നെയാണ്. ഒരാളുടെ ജീവൻ നഷ്ടമായിട്ടും സർക്കാർ എന്തുകൊണ്ട് ജാഗ്രതയില്ലാതെ പെരുമാറുന്നു? ഈ വിഷയത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും വളരെ അധികം ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു.